This is Meera. Welcome back to High School Maths. Beat Forest Officer question paper code 86/2017 20 മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the value of p if 4/7 the whole raised to 9 divided by 4/7 the whole raised to 2 is equal to 4/7 the whole raised to 2p minus 1. Option A 7, option B 4, option C 5, option D 8. അപ്പോൾ നോക്കുക, കൃത്യങ്ങളുടെ എക്സ്പെർട്ട് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4/7 the whole raised to 9 divided by 4/7 the whole raised to 2 എന്ന് പറയുന്നത് 4/7 the whole raised to 2p minus 1 എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ തന്നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ വരും? അപ്പോൾ എക്സ്പെർട്ടിന്റെ ഭാഗത്തുള്ള റൂൾസിനകത്ത് a raised to m divided by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണെന്ന് പറയാം. അതനുസരിച്ച് ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? 4/7 the whole raised to m minus n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 minus 2 വരും. 9 2 പോയാൽ 7 വരും. ഇതിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എന്താണ്? 4/7 the whole raised to 2p minus 1. ഇതെന്ന് പറയുന്നത് 4/7 the whole raised to 2p minus 1 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം ഇത് സെയിം ആണ്. ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് 7 എന്ന് പറയുന്നതാണ് 2p minus 1ന്റെ വാല്യൂ. ഇതിൽ നിന്ന് ഈ -1നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 7 + 1 ആകും. ഇവിടെ 2p വന്നിട്ട് ഈ -1 ഇങ്ങോട്ട് വന്നു, പ്ലസ് വന്നു. 7 + 1 8 വന്നു. ഇവിടെ 2p ആണ്. ഇനി ഇതിൽ നിന്ന് p യെ ഇവിടെ നിർത്തിയിട്ട് 2 ഇങ്ങോട്ട് വരുമ്പോൾ 8/2 വന്നു. പിയുടെ വാല്യൂ എന്ത് കിട്ടി? 4. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് കൃത്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇവിടെ ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ലോ. എക്സ്പോണിന്റെ ഭാഗത്ത് a raised to m divided by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n ആണ് ചെയ്യേണ്ടത്. അതനുസരിച്ച് 9 ന്ന് 2 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 7 വരും. ഈ 7 എന്ന് പറയുന്നത് ഇവിടെ എന്തിനോട് ഈക്വൽ ആണെന്ന് തോന്നുന്നു? 2p minus 1 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം 7 കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 8 വന്നാൽ 8ൽ നിന്ന് മൈനസ് ചെയ്താൽ 7 വരത്തുള്ളൂ. ഇവിടെ 8 വരണമെങ്കിൽ ഈ p എന്തായിരിക്കണം? 4 × 2 അല്ലേ 8 വരത്തുള്ളൂ? 4. ഇങ്ങനെ ഈസി ആയിട്ട് ചിന്തിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് a star b is equal to a plus b minus ab, then minus 10 star 5 is option A -35, option B 65, option C 45, option D -55. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് a star b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a plus b minus ab ആണ്. ഇതുപോലെ തന്നെ നമുക്ക് -10 star 5 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എയുടെ സ്ഥാനത്ത് -10ഉം ബിയുടെ സ്ഥാനത്ത് 5ഉം ആണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എയുടെ സ്ഥാനത്ത് എന്ത് വരും? -10 വരും, പ്ലസ് ബിയുടെ സ്ഥാനത്ത് 5 വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇതിനകത്ത് -10 × 5 വരും. -10ഉം 5ഉം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ 10ൽ നിന്ന് 5 ഞാൻ മൈനസ് ചെയ്തു, 5 വന്നു. 10 ആണോ 5 ആണോ വലുതെന്ന് നോക്കും. 10 ആണ് വലുതുകൊണ്ട് 10ന്റെ സിമ്പിളും മൈനസ് വന്നു, -5 എന്ന് വന്നു. ഇനി ഇവിടെ നോക്കിയാൽ 10 × 5 50 ആണെന്ന് അറിയാം. ഇത് മൈനസ് ഇത് പ്ലസ് ആകുമ്പോൾ മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ -1 × -50 എന്നാണ്. 50 × 1 50 ആണ്. മൈനസും മൈനസും പ്ലസ് ആണ്. ഇവിടെ നോക്കി, ഇനി 1 മൈനസും 1 പ്ലസും ആണ്. ഇവിടെ നമ്മൾ ചെയ്യുക 50ൽ നിന്ന് 5 മൈനസ് ചെയ്യും, 45 വന്നു. 5 ആണോ 50 ആണോ വലുതെന്ന് നോക്കും. 50 ആണ് വലുത്. 50ന്റെ ഇവിടുത്തെ സിമ്പിൾ എന്താണ്? പ്ലസ് ആണ്. അപ്പം 45 ആണ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി 45. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പം തെറ്റാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി ആംഗിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. An angle is 4/5 of its supplement. What is its magnitude? Option A 80 degree, option B 100 degree, option C 144 degree, option D none of these. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ അത് അതിന്റെ സപ്ലിമെന്റിന്റെ 4/5 അത്രയുമാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ അളവ്. വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെ അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുക. ഫസ്റ്റ് നമുക്ക് സപ്ലിമെന്ററി ആംഗിൾസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതിന് ഈ ഒരു ലൈൻ വന്നു കഴിയുമ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ അളവ് എത്ര ആയിരിക്കും? 150 90 മൈനസ് ചെയ്താൽ 90 തന്നെ. അതായത് 90 + 90 180 വന്നു. ഇതുപോലെ ഈ ഒരു ലൈൻ നോക്കുക. ഇത് ടോട്ടൽ 180 ആണെന്ന് നമുക്കറിയാം. ഇതിന് ഈ ഒരു ലൈൻ വരുമ്പോഴത്തേക്ക് ഇവിടെ 60 വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 180 - 60 120 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, 60 + 120 180 വന്നു. 90 + 90 180 വന്നു. അപ്പോൾ ഇവിടെ ഈ 60ഉം 120 സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. 90ഉം 90ഉം സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. നമുക്ക് പറയാൻ പറ്റും 60 ഈ സപ്ലിമെന്റ് ഓഫ് 120, 120 ഈ സപ്ലിമെന്റ് ഓഫ് 60 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 90 ഈ സപ്ലിമെന്റ് ഓഫ് 90. അപ്പോൾ സപ്ലിമെന്ററി ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം.
An angle is 4 by 5 of its supplement. അപ്പോൾ ഇവിടെ ഞാനൊരു 180 ഡിഗ്രി ലൈൻ വരച്ചു. ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇവിടുത്തെ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ. അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈസ് 4 by 5 of its supplement. ഇതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ ഏതാണ്? ഇതാണ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ എല്ലാം ചെയ്ത പോലെ തന്നെ ഇത് 60 ആണ്. ഇത് 180 മൈനസ് 60 അല്ലേ ഇവിടുത്തെ വാല്യൂ 120 വരിക. അപ്പോൾ ഇത് എക്സ്, ഇത് 180 മൈനസ് എക്സ്. ഇതിൻ്റെ സപ്ലിമെൻ്റ് ആണിത്, ഇതിൻ്റെ സപ്ലിമെൻ്റ് ആണിത്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിളിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 by 5 ഓഫ് ഇറ്റ് സപ്ലിമെൻറ്റ്. ഇതിൻ്റെ സപ്ലിമെൻറ്റ് 180 മൈനസ് എക്സ് ആണ്. ഇതിൻ്റെ 4 by 5 ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനുള്ളത് മാർഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ഓരോന്നും എടുത്ത് നോക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന 80 കൊടുത്തു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആംഗിൾ കാണാനാണ്, അതാണ് എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത 80. ഇത് 80 ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? 180 80 മൈനസ് ചെയ്ത 100 ഡിഗ്രി വരും. ഓക്കെ, ഇനി നോക്കുക. 100ന്റെ 4/5 80 കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 80ന്റെ സപ്ലിമെന്റ് 100 ആണ്. അതിന്റെ 4/5. ഇവിടെ നോക്കുക, ഇവിടെ 20 വന്നു. 20 × 5 ആണ് 100. 4 × 2 8 വന്നു 80. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇത് 80, ഇത് അതിന്റെ സപ്ലിമെന്റ് 100 വന്നു. 150 മൈനസ് ചെയ്തു. 100 × 4/5 എന്ന് പറഞ്ഞാൽ 80 വരുന്നുണ്ട്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് 80 ഡിഗ്രി. ഇവിടെ തെറ്റാൻ ചാൻസ് എന്ന് പറയാൻ കാര്യം 80ഉം 100ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആംഗിൾ ആണെന്ന് ചിലപ്പം ചിലർക്ക് ഡൗട്ട് വരാം. ഇവിടെ എന്തായാലും ചോദിച്ചിരിക്കുന്ന ആംഗിൾ ഈസ് 4 by 5 ഓഫ് ഇറ്റ് സപ്ലിമെന്റ്. അപ്പോൾ ഇതെന്തായാലും 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രിയാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഇതെല്ലാം ഇത് സോൾവ് ചെയ്ത് എങ്ങനെ കണ്ടെത്തുമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റിനിൽ പറഞ്ഞതിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു 4 by 5 ഓഫ് 180 മൈനസ് എക്സ് എന്നുള്ളത്. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ 4 by 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 4/5 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ റെസിപ്രോക്കൽ ആകും. അതായത് 5/4 എക്സ് എന്ന് വരും. ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഇനി ഞാൻ നെക്സ്റ്റ് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 5/4 എക്സ് ഉണ്ട്. ഈ മൈനസ് എക്സ് ഇവിടെ വരുമ്പോഴത്തേക്കും പ്ലസ് എക്സ് ആകും. അതെന്ന് പറഞ്ഞാൽ 180 ആണ്. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ 4 വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ മണ്ടയ്ക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5x-ഉം 4x-ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 + 4 9 ആണ്. 9x വന്നു. താഴെ 4 വന്നു. ഇതിന്റെ വാല്യൂ എന്താണ്? 180 എന്ന് വന്നു. ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സിനെ ഇവിടെ നിർത്തിയതിന് ശേഷം 180 × 9/4 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 4/9. 9 × 2 ആണ് 18. അപ്പോൾ 9 × 20 ആയിരിക്കും 180. ഇന്ന് നോക്കിയേ, 20 × 4 എത്രയാണ്? 4 × 2 8 ആണ്. 80 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സിന്റെ വാല്യൂ 80 എന്ന് കിട്ടും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് സപ്ലിമെന്ററി ആംഗിൾസിന്റെ കേസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടതാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. ഈ ക്വസ്റ്റ്യനിൽ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ആംഗിൾസ് അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് ആംഗിൾസ് 30ഉം 60ഉം ഇതിപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90 ഡിഗ്രി. അപ്പം രണ്ട് ആംഗിൾസ് അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾസ് 30ഉം 60ഉം കോംപ്ലിമെന്ററി ആംഗിൾസ് ആണെന്ന് പറയാം. അപ്പോൾ 60ന്റെ സപ്ലിമെന്റ് ആണ് 120 എന്ന് പറയാം. 60ന്റെ കോംപ്ലിമെന്റ് ആണ് 30 എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കോംപ്ലിമെന്ററി ആംഗിൾസിന്റെ കേസ് വന്നാലും ചെയ്യാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ, find x given 3x/2 minus x/3 is equal to 2 1/3. ഓപ്ഷൻ എ 4/7, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5/6, ഓപ്ഷൻ ഡി 2. ഇവിടെ നോക്കുക, 3x/2 മൈനസ് x/3 എന്ന് പറയുന്നത് 2 1/3 ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണണം. അപ്പോൾ ഈ സൈഡ് എങ്ങനെ ചെയ്യാൻ പറ്റും? 3 × 2 6 ആണ് ഇതിന്റെ ഡിനോമിനേറ്റർ, അതായത് ഇതിന്റെ LCM എന്ന് പറയാം. 6 വരത്തക്ക രീതി അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6 വന്നു. 3 × 3 9 ആണ്. 9x എന്ന് പറഞ്ഞു. മൈനസ് 3 × 2 ആണ് 6. അപ്പം ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6 വന്നു. 2 × x 2x വന്നു. അപ്പോൾ 9x-ൽ നിന്ന് 2x മൈനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 7x ആണ്. 7x/6 എന്ന് പറഞ്ഞു. ഈ പാർട്ട് വരുന്നു. ഇനി ഇപ്പറേ നോക്കുക, ഇത് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. നമുക്കിതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റണം. ഇവിടെ ഡിനോമിനേറ്റർ 3 തന്നെ വരും. 3 × 2 6, 6 + 1 7 എന്ന് വന്നു. അപ്പോൾ ഇതിനോട് 7/3 എന്ന് വന്നു. ഇവിടെ വെച്ച് 7 ഞാൻ ക്യാൻസൽ ചെയ്തു. 3 × 2 ആണ്. അപ്പോൾ ഇവിടെ x/2 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇതിൽ നിന്ന് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 × 1 × 2 എന്ന് വരും. 2 എന്ന് വരും വാല്യൂ. ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 2. ക്വസ്റ്റ്യൻ, difference between two numbers is 6 and difference between their squares is 180. Find the sum of two numbers.
ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 34, ഓപ്ഷൻ ഡി 36. അപ്പോൾ രണ്ട് നമ്പറിനെ എക്സും വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന 6 തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവയുടെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 150 തന്നിട്ടുണ്ട്. ഇനി സം ഓഫ് ദീസ് ടു നമ്പേഴ്സ് എക്സ് പ്ലസ് വൈ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വാല്യൂ 180 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. അതായത് ഈ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് 180 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ചെയ്തു. ഇവിടെ 6 × 3 ആണ് 18, അപ്പോൾ 6 × 30 ആയിരിക്കും 180. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 30. ഇത് എന്തുകൊണ്ടാണ് ചെയ്തത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ചിലർ ഇത് ഇനിയും പഠിച്ചു വെച്ചിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ നോക്കി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വാല്യൂ അറിയാമെങ്കിൽ ഇത് കണ്ടെത്താൻ വേണ്ടി ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ഡിവിഷൻ ആകും. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ 180 ഡിവൈഡ് ബൈ 6 ചെയ്തു. ആൻസർ ഓപ്ഷൻ എ ആണ് 30. 6th ക്വസ്റ്റ്യൻ. How many numbers up to 500 which are divisible by 3 and 7 together? Option A 95, option B 23, option C 32, option D 50. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 500 വരെയുള്ള എത്ര നമ്പേഴ്സിനെ നമുക്ക് 3, 7 ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് റിമൈൻഡറില്ല നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പം 3, 7 ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ടും പറ്റണം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് 3ന്റെ 7ന്റെ LCM കാണും. അപ്പോൾ 3ന്റെ 7ന്റെ LCM 3 × 7 21 ആണ്. അതിൻ്റെ റീസൺ എന്താണ്? 3ഉം 7ഉം പ്രൈം നമ്പേഴ്സ് ആണ്. ഫർദർ ഇനി അതിനെ നമുക്കൊന്നും മറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 7 × 3 21 ആണ്. അപ്പം 3ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ 21 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണമെന്നാണ് അർത്ഥം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 500 വരെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 500നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് 50നകത്ത് നോക്കാം. 21 × 2 42 വന്നു. ഇവിടെ റിമൈൻഡർ 8 വന്നു. ഇനി ഈ 0 ഇറക്കി എഴുതുമ്പോഴത്തേക്ക് 80 വന്നു. 21 × 3 നോക്കാം. 3, 6. ഇനി വീണ്ടും ഇവിടെ റിമൈൻഡർ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് ഈ വാല്യൂ ആണ്. ഹരണഫലമാണ് നമുക്ക് വേണ്ടത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് വേണ്ട. അപ്പം 23. ഇവിടെ നോക്കുക, ഓപ്ഷൻ ബി ആണ് ആൻസർ 23. 500 വരെ 23 നമ്പേഴ്സ് ആണുള്ളത്. 3, 7 എന്ന നമ്പർ കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7.3 × 7.3 minus 2 × 7.3 × 4.8 plus 4.8 × 4.8. ഓപ്ഷൻ എ 62.5, ഓപ്ഷൻ ബി 6.25, ഓപ്ഷൻ സി 0.625, ഓപ്ഷൻ ഡി 0.0625. ഇവിടെ നോക്കുക, ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഇതിലെ പ്ലസ് സിമ്പലും മൈനസ് സിമ്പലും വെച്ച് അതിൻ്റെ ടേംസിനെ നമ്മൾ തിരിക്കണം. ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇതൊരു ടേമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ പ്ലസ് വരെയുള്ള ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. ഇനി നോക്കുക, 7.3 × 7.3 അതെന്താണ്? 7.3 ഹോൾ സ്ക്വയർ ആണ്. 7.3 × 7.3 എന്ന് തോന്നുന്നു. ഇവിടെ മൈനസ് 2 × 7.3 × 4.8 ഇതാണ് അടുത്ത ടേം. പ്ലസ് ഇതെന്താണ്? 4.8 ഹോൾ സ്ക്വയർ. 4.8 × 4.8 എന്ന് പറഞ്ഞാൽ 4.8ന്റെ സ്ക്വയർ ആണ്. നോക്കിയേ, ഇവിടെ നമുക്കിതിനെ എ സ്ക്വയർ എന്ന് പറയാം. മൈനസ് 2 × 7.3 എ വന്നു. ഈ 4.8നെ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2ab എന്ന് വന്നു. പ്ലസ് ഇതെന്താണ്? ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി നമുക്കറിയാമല്ലോ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ കണ്ടെത്തി ചെയ്യുന്നതിന് പകരം നമുക്ക് ഈസി ആയിട്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്താൽ പോരെ. ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 7.3 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4.8 ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. 13ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ 5 വന്നു. 6ൽ നിന്ന് 4 പോയാൽ 2 വന്നു. 2.5. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് 2.5 എന്ന് കിട്ടി. അത് കണ്ടെത്തിയാൽ പോലെ അതിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പം 2.5 × 2.5 അല്ലേ 2.5ന്റെ സ്ക്വയർ. ഇത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ 25, ഇവിടെ 25. 25 × 25 എത്ര വന്നു? 625. ഇനി ഈ പോയിന്റ് ഇവിടെ 1, ഇവിടെ 2. അതായത് 2 സ്ഥാനം മാറ്റിയാണ് നമ്മളിവിടെ 25നെ 25നെ എടുത്ത്. ഇവിടുത്തെ 1, ഇവിടുത്തെ 1. ഇനി അപ്പം ടോട്ടൽ 2 ആണ്. ഈ 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് 1, 2, 6.25. അപ്പോൾ ഈ ഒരു ഇക്വേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.25 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The ratio of Anu's age to the age of her mother is 3:11. The difference of their age is 24 years. What will be the ratio of their age after 3 years?
ഓപ്ഷൻ എ 6:14, ഓപ്ഷൻ ബി 3:11, ഓപ്ഷൻ സി 3:1, ഓപ്ഷൻ ഡി 1:3. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുവിൻ്റെ ഏജും അനുവിൻ്റെ അമ്മയുടെ ഏജും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ അനുവിന് എ എന്നും അനുവിൻ്റെ അമ്മയുടേത് എം എന്നും എടുക്കുകയാണെങ്കിൽ A:M 3:11 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 വർഷം കഴിഞ്ഞുള്ള അവരുടെ വയസ്സിൻ്റെ റേഷ്യോ. ഇത് കാണുമ്പോൾ ഇതേ +3 ചെയ്ത് കഴിഞ്ഞ് 6:14 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതോ ഒരു കോമൺ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അനുവിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ 3x ആണ് ആ കോമൺ നമ്പർ എടുത്തതെങ്കിൽ 3x-ഉം ഇത് 11 × x 11x എന്ന് പോകുന്നു. ഇനി ഇവിടെ നമുക്ക് സെക്കൻഡ് സെന്റൻസിൽ തന്നിരിക്കുന്നത് ഡിഫറൻസ് ഓഫ് ദിയർ ഏജ് ഈസ് 24 ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടു പേരുടെയും വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? അമ്മയുടെ വയസ്സ് 11x-ഉം അനുവിൻ്റെ വയസ്സ് 3x ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം 11x-ൽ നിന്ന് 3x മൈനസ് ചെയ്യുന്നതാണ്. 11-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 8 ഈ 8x എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന 24. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണുമ്പോൾ എത്ര വരും? 24 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. 8 × 3 ആണ് 24. അപ്പോൾ ഇവിടെ x 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് കിട്ടിയില്ലേ? 3 × 3 9 വന്നു. ഇവിടെ 3 × 11 33 എന്ന് വന്നു. 9 33 എന്ന് പറയുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആഫ്റ്റർ 3 ഇയേഴ്സ്. അപ്പോൾ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ 3 വയസ്സൂടെ കൂടും. 9 + 3 എന്ന് പറയുമ്പോൾ 12 വന്നു. 33 + 3 എന്ന് പറയുമ്പോൾ 36 വന്നു. അപ്പം 12:36 ആണ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം, കാരണം ഓപ്ഷനിലെ ആൻസർ കിട്ടാൻ വേണ്ടി. അപ്പോൾ 12:36 എന്ന് പറയുന്നത് 12/36 ഈക്വൽ ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ 12 × 3 ആണ്. ഇവിടെ 1 വന്നു. ഇതെന്ന് പറഞ്ഞാൽ 1:3 ആണ്. അപ്പോൾ 1:3 ആണ് 3 വർഷം കഴിഞ്ഞുള്ള ഇവരുടെ വയസ്സിന്റെ റേഷ്യോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 9th one. 75% of the workers in a factory are men and the rest are women. If there are 625 women in a factory, in that factory, how many men are there? Option A 2500, option B 3125, option D 1875, option D none of this. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഫാക്ടറിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആ ഫാക്ടറിയിലെ ആണുങ്ങൾ എന്ന് പറയുന്നത് 75%, 75%. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾ എത്ര ശതമാനമായിരിക്കും? ടോട്ടൽ 100%ആണ്. അപ്പോൾ 100-ൽ നിന്ന് 75 മൈനസ് ചെയ്താൽ ബാക്കി 25. അപ്പോൾ 25% പെണ്ണുങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ആരുടേതാണ്? ഇഫ് there are 625 women, അപ്പം 625 പെണ്ണുങ്ങളുണ്ടെന്നാണ് പറയുക. ഇതിൽ നിന്ന് ആണുങ്ങളുടെ എണ്ണം കാണാം. ഈസി ആയിട്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 625, അതായത് പെണ്ണുങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതേ ഇൻറ്റു കണ്ടെത്തേണ്ടത് ആണുങ്ങളുടെയാണ്. അതിൻ്റെ പെർസെൻറ്റ് 75 ഡിവൈഡഡ് ബൈ പെണ്ണുങ്ങളുടേത് 25. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്? 25 × 3 ആണ് 75 എന്നറിയാം. 625 × 3 ചെയ്യുമ്പോൾ 5 × 3 15 വന്നു. 1 ഉണ്ട് റിമൈൻഡർ. 3 × 2 6 വന്നു. 7 വന്നു. 6 × 3 18 വന്നു. 1775 ആണുങ്ങളുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ഇങ്ങനെ ഓർക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ടോട്ടൽ എക്സ് ആണെന്ന് വെക്കുക. അതിൻ്റെ 25% എന്ന് പറയുന്നത് 25/100. ഇതെന്ന് പറയുന്നതാണ് 625. ഇതിൽ നിന്ന് ടോട്ടൽ എങ്ങനെ കണ്ടെത്താൻ പറ്റും? എക്സ് കാണാൻ വേണ്ടി 625 × 25/100 ഇവിടെ വരുമ്പോൾ 100/25 ആയി. ഇതാണ് ടോട്ടൽ. ഇനി ഇതിൻ്റെ ഈ ടോട്ടലിൻ്റെ 75% എലിമെന്റ് ഇൻറ്റു 75/100, 75% എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 0 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ വന്നു. 625 × 75/25. ഇവിടെ ആൻസർ 1775 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. Question. A circular wire of radius 21 cm is reshaped to make a square. Find the side of the square. Option A 33 cm, option B 32 cm, option C 10.5 cm, option D 84 cm. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സർക്കുലർ വയർ, ഒരു സർക്കിൾ ഞാനിവിടെ വരച്ചു. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 21 cm. ഇത് റീഷേപ്പ് ചെയ്തു, ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സൈഡ് ഓഫ് എ സ്ക്വയർ. ഞാനിവിടെ റേഡിയസ് 6 ആണ്, ഈ സ്ക്വയറിൻ്റെ സൈഡിനെ എ എന്ന് എടുത്തു. ഇവിടെ നോക്കുക, ഈ ഒരു സർക്കുലർ വയർ കൊണ്ട് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സർക്കംഫറൻസും ഇതിൻ്റെ പെരിമീറ്ററും ചുറ്റളവ് ഇതിൻ്റെ ചുറ്റുമുള്ള അളവിന് തുല്യമായിരിക്കും ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ സർക്കംഫറൻസ് ഇതിൻ്റെ ചുറ്റുമുള്ള അളവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ആണ്. ഇവിടെ r എന്ന് പറയുന്ന റേഡിയസ് 21 തന്നിട്ടുണ്ട്. പൈയുടെ വാല്യൂ നമുക്കറിയണം 22/7 ആണ്. ഇനി ഇവിടുത്തെ പെരിമീറ്റർ എന്താണ്? ഇത് ഒരു സൈഡ് എ ആണെങ്കിൽ ഇത് 4 സൈഡ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആണ്. അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4a ആണ്. ഇതും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്നാണ് എയുടെ വാല്യൂ കാണുന്നത്. അപ്പോൾ നോക്കാം, 2 × പൈയുടെ വാല്യൂ 22/7 കൊടുത്തു.
R എന്ന് പറയുന്നത് റേഡിയസ് 21 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇവിടെ നോക്കുക 7 ഇൻറ്റു 3 21 വന്നു, 2 ഇൻറ്റു 2 4 വന്നു, 2 ഇൻറ്റു 11 22. അപ്പോൾ എ ഈസ് ഈക്വൽ ഇവിടെ എ ആണുള്ളത്, ഇവിടെ 11 ഇൻറ്റു 3 33 വന്നു. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? 33 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 11th one. Which term of the sequence 1, 6, 11, etc. is 301? Option A 60, option B 50, option C 62, option D 61. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഈ തന്നിരിക്കുന്ന ഈ സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയാണോ നോക്കണം. അപ്പോൾ ഇവിടെ 1 + 5 ആണ് 6, 6 + 5 ആണ് 11. അപ്പോൾ 5 വെച്ചാണ് കൂടി വരിക. ഒരു സമാന്തര ശ്രേണിയാണ്. അതിലെ എത്രാമത്തെ പദമാണ് 301 എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? TN. അപ്പം നമ്മളിതിനെ എന്ത് ടേം എന്ന് എടുത്തു കഴിഞ്ഞാൽ TN ഈസ് ഈക്വൽ ടു A + n - 1 × D. ഇതിലെ n എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, 1 വന്നു, പ്ലസ് n ആണ് അറിയാത്തത്, n - 1 × D എന്താണ്? 5 ആണെന്ന് കിട്ടി. TN എത്രാമത്തെ പദം, എന്ത് ടേം എന്ന് പറയുന്നത് എന്താണ്? 301 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് ഓപ്ഷനിലെ വാല്യൂസ് ഈ എന്നിൻ്റെ സ്ഥാനത്ത് കൊടുത്തതിന് ശേഷം 301 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് n - 1 × 5 ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഈ +1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആകും. -1 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എത്ര വരും? 300 എന്ന് വരും. അടുത്തത് നമ്മൾ n - 1 ഇവിടെ നിർത്തുന്നു. 300 ഇവിടോട്ട് എന്ത് വരും? ഈ ഇൻറ്റു 5 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും. 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 6 × 5 ആണ് 30, 60 എന്ന് വന്നു. ഇത് നമ്മൾ n-നെ ഇവിടെ നിർത്തുന്നു. ഇവിടെ 60 ഉണ്ട്. ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 വന്നു, 61 എന്ന് വന്നു. അപ്പോൾ ഇവിടെ 61ാമത്തെ പദമാണ് 301. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 12th one. The middle number among 11 consecutive natural numbers is 28. Find the sum of 11 numbers. Option A 308, option B 380, option C 318, option D 320. അടുത്തടുത്ത 11 നമ്പേഴ്സിന്റെ മിഡിൽ നമ്പർ, നടുക്കത്തെ പദം എന്ന് പറയുന്നത് 28 ആണെങ്കിൽ ആ 11 നമ്പേഴ്സിന്റെ തുക, അതിന്റെ സമ്മാണ് കാണാൻ പറയുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. 1, 2, 3 അടുത്തടുത്ത 3 സംഖ്യകളാണ്. ഇതിന്റെ സം എത്രയാണ്? 3 + 2 5, 5 + 1 6 വന്നു. ഇത് 3 നമ്പേഴ്സ് ആണുള്ളത്. ഇനി ഞാൻ ഇതിന്റെ ആവറേജ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സം 6 ആണ്. ഇതിന്റെ നമ്പർ 3 നമ്പേഴ്സ് ആണുള്ളത്. അവിടെ 3 × 2 6 വന്നു, 2 എന്ന് വന്നു. ഇത് തന്നെയല്ലേ ഇതിന്റെ മിഡിൽ ടേം. ഇവിടെ തന്നിരിക്കുന്നത് മിഡിൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ആവറേജ് ആണ്. ആവറേജ് ആണെങ്കിൽ ടോട്ടൽ സം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി. 28 × 11. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈസി മെത്തേഡ് എന്താണ്? ആദ്യം ഈ 2 ഇവിടെ 8 ഇവിടെ എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 8 + 2 10 ആണ്. 10ന്റെ 0 ഇടുക, 1 ഇവിടെ ആഡ് ചെയ്യുക. 8 0 2 + 1 3 308. അപ്പോൾ ഇവിടെ സം ഓഫ് 11 നമ്പേഴ്സ് എന്ന് പറയുന്നത് 308 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The next number of the sequence 7, 243, 21, 81, 63, 27. Option A 9, option B 81, option C 243, option D 189. അപ്പോൾ ഇങ്ങനെ അടുത്ത പദം കാണാനാണ് പറഞ്ഞത് ഈ ഒരു സീക്വൻസിലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്താണ്? അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ കൂട്ടി നോക്കും, കുറച്ച് നോക്കും, ഡിവൈഡ് ചെയ്ത് നോക്കും, അങ്ങനെ ആ റിലേഷൻ കണ്ടെത്താൻ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നടവട്ട പദങ്ങൾ തമ്മിലുള്ള റിലേഷൻ. ഇവിടെ നോക്കുക, 7ഉം 21ഉം തമ്മിൽ റിലേഷൻ ഇല്ലേ? 7 × 3 ആണ് 21. ഇതുപോലെ തന്നെ നോക്കുക, 21 × 3 എത്ര വരും? 3 × 1 3 വന്നു, 3 × 2 6 വന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ × 3 ആയിരിക്കും എന്ന് ഊഹിക്കാം. ഇനി അതുപോലെ തന്നെ ഇതുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 27 81 243. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ 27 × 3 ആണ് 81. 81 × 3 ആണ്. ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ 1/3 എന്ന് പറയാൻ പറ്റും. 243നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത ടേം എന്ന് പറയുന്നത് 63 × 3 ആണ് വരിക. 63 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 3 9 വന്നു, 6 × 3 18 189. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ സീക്വൻസ് വരുമ്പോഴത്തേക്ക് ഒന്നടവിട്ട നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നോക്കണം. 14th one. I have to reach a place at a fixed time. If I walk at 3 km/h, I will be late for 20 minutes. If I walk at 4 km/h, I will reach there 10 minutes early. What distance I have to travel? Option A 7 km, option B 6 km, option C 12 km, option D 2 km. അപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന ഒരു സ്പീഡ്, അതിൻ്റെ ഫിക്സഡ് ടൈം t ഉണ്ട്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 3 km/h സ്പീഡിലാണ് പോകുന്നതെങ്കിൽ 20 മിനിറ്റ് ലേറ്റ് ആകും. അതായത് ആ ഒരു ഫിക്സഡ് ടൈമിനേക്കാളും 20 മിനിറ്റ് കൂടെ കൂടുതൽ എടുക്കും.
ഈ 4 km/h ആ സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 10 മിനിറ്റ് ഏർലി, എന്ന് വെച്ചാൽ 10 മിനിറ്റ് കുറച്ചെടുക്കത്തുള്ളൂ, t-10 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഡിസ്റ്റൻസ് സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ടൈമിന്റെ ഇക്വേഷൻ d/s ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എല്ലാ കേസിലും സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ കേസിൽ ടൈം d/3 ആണെന്ന് പറയാം. ഈ സെക്കൻഡ് കേസിൽ d/4 ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി നോക്കുക, ഈ രണ്ട് ടൈം, ഇത് ടൈം t1 എന്നും ഇത് ടൈം t2 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 20 മിനിറ്റ്, ഇവിടെ 10 മിനിറ്റ്, ടോട്ടൽ 30 മിനിറ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. 3 km/h സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഈ ഫിക്സഡ് ടൈമിനേക്കാളും 20 മിനിറ്റ് കൂടെ കൂടുതൽ എടുക്കും. ഇതാണ് t1. ഇനി 4 സ്പീഡെങ്കിൽ t2 ടൈം കണ്ടുമ്പോൾ d/4 എന്ന് പറയുന്നത് 10 മിനിറ്റ് ഏർലി, ടിയേക്കാളും 10 മിനിറ്റ് മുമ്പെത്തും. ടോട്ടൽ ഈ t1 t2 തമ്മിലുള്ള ഡിഫറൻസ് 20 + 10 30 ആണ്. 30 മിനിറ്റ് ആണ്. ഇവിടെ ഇനി നോക്കുക, ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സിലാണ്, 3ഉം 4ഉം എന്ന് പറയുന്നത് ഇവിടെ km/hലാണെങ്കിൽ ഇതെന്താണ്? ഈ 30 മിനിറ്റ് എന്നുള്ളതിനെ നമുക്ക് അവറിലേക്ക് മാറ്റണം. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? അരമണിക്കൂറാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 30നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും, കാരണം 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 × 2 ആണ് 6, 1/2. അല്ലെങ്കിൽ തന്നെ അറിയാം 30 മിനിറ്റ് അരമണിക്കൂർ എന്നല്ലേ നമ്മൾ പറയുക, 1/2 അവറാണ്. ഓക്കെ, ഇതിനി നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 4 × d 4d മൈനസ് 3 × d 3d വന്നു, താഴെ 12 വന്നു. 4d നിന്ന് 3d മൈനസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ, 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1d വന്നു. d/12 = 1/2 ആണ്. ഇവിടെ 6 × 2 ആണ് 12. അതുകൊണ്ട് തന്നെ ഡിയുടെ വാല്യൂ എന്ത് വരും? ഈ 6ന് ഇങ്ങോട്ട് വരുമ്പോൾ 6 × 1 വരും. ഇവിടെ വെച്ച് ഡിയുടെ വാല്യൂ ഈ 6 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 6 എന്ന് വരും. 6 × 1 6 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 15th ക്വസ്റ്റ്യൻ, പിക്ക് ദ ഓഡ് വൺ. ഓപ്ഷൻ എ ആർക്ക്, ഓപ്ഷൻ ബി ടാൻജന്റ്, ഓപ്ഷൻ സി റേഡിയസ്, ഓപ്ഷൻ ഡി ഡയഗണൽ. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എന്തൊക്കെയാണെന്ന് അറിയുവാണെങ്കിൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ആർക്ക് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് AB. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആർക്ക്. സെക്കൻഡ് ഓപ്ഷൻ ടാൻജന്റ് ആണിത്. ഓപ്ഷൻ സി റേഡിയസ് ആണിത്. ഇനി നോക്കുക ഡയഗണൽ എന്താണ്? അപ്പോൾ ഇവിടെ ഞാനൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ 2 പോയിന്റ് തമ്മിൽ വരച്ചിരിക്കുന്നതാണ് ഡയഗണൽ. അതുപോലെ തന്നെ ഇതും ഒരു ഡയഗണലാണ്. ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ വരച്ചിരിക്കുന്നത് ഒരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡയഗണൽ. 16th one, റോഡ് ഈസ് റിട്ടേൺ യു ആർ DG, സ്വാൻ മേ ബി റിട്ടേൺ ആസ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, 6ഉം യുവും തമ്മിലുള്ള ബന്ധം എന്താണ്? 6 കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് യു എന്ന് പറയുന്നത്. O കഴിഞ്ഞിട്ട് നോക്കിയേ, O കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് R. A കഴിഞ്ഞ് Bയും Cയും കഴിഞ്ഞിട്ടാണ് D. D കഴിഞ്ഞിട്ട് Eയും Fഉം കഴിഞ്ഞിട്ടാണ് G. അപ്പോൾ ഇവിടെ അത് നമുക്ക് ഫോളോ ചെയ്യാം. S കഴിഞ്ഞിട്ട്, അതായത് S കഴിഞ്ഞിട്ട് TU കഴിഞ്ഞിട്ട് V വന്നു. W കഴിഞ്ഞിട്ട് XY കഴിഞ്ഞിട്ട് Z വന്നു. A കഴിഞ്ഞിട്ട് BC കഴിഞ്ഞിട്ട് D വന്നു. N കഴിഞ്ഞിട്ട് Oയും Bയും കഴിഞ്ഞ് Q വന്നു. VZDQ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 17th ക്വസ്റ്റ്യൻ നോക്കാം. Two poles of heights 8 meters and 15 meters stand upright on the ground. The distance between them is 24 meters. What is the distance between their tops? Option A 17 meter, option B 25 meter, option C 11 meter, option D none of these. അപ്പോൾ ഇവിടെ പറയുക 2 പോസ്റ്റ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ നീളം 8 മീറ്റർ, ഒരെണ്ണത്തിൻ്റെ 15 മീറ്റർ ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഇത് സ്റ്റാൻഡ് അപ്രൈറ്റ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ട്, അതായത് നേരെയാണ് ഇത് നാട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 24 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഈ ടോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുക. ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24നോട് ഈക്വൽ അല്ലേ, ഇത് 24 മീറ്റർ വന്നു. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ടോട്ടൽ 15 ആണ്, അതിൽ നിന്ന് 8 മൈനസ് ചെയ്താൽ ഇവിടെ 7 മീറ്റർ എന്ന് വരും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്. പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടുത്തെ ലെങ്ത് കാണുന്നത് എങ്ങനെയാണ്? 24ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ മതി. 24ന്റെ സ്ക്വയർ 576 ആണ്. അപ്പോൾ 24 × 24 ചെയ്ത് നോക്കിയാൽ മതി, ചിലർക്ക് അതിന്റെ വാല്യൂ അറിയായിരിക്കും. 7ന്റെ സ്ക്വയർ 49 ആണ്. ഇവ ആഡ് ചെയ്താൽ 625 വന്നു. 625 ആണ്. 625ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 25 ആണ്. 25ന്റെ സ്ക്വയർ ആണ് 625. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ട് 625 25 ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. ഇതിന്റെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 18th one,
Find the least positive number which when added to 962 will make it a perfect square. Option A 64, option B 127, option C 62, option D none of these. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 962 അതിനോടൊരു സംഖ്യ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഫൈൻഡ് ദ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ, ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ ഇതിനോടുകൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സംഖ്യ കിട്ടുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നു. അപ്പം ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നമ്പറിനോട് ഈ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുക, കിട്ടുന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് ചെക്ക് ചെയ്യുക. അതിനും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ എന്താണ് 100 ആണ്. 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 4 വന്ന് 2 സീറോയും വന്ന് 400. 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9, 2 സീറോസിൽ വരുമ്പോഴത്തേക്കും 900 എന്ന് വന്നു. 40ന്റെ സ്ക്വയർ 1600 ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 962. അപ്പം 962 എന്ന് പറയുമ്പോഴത്തേക്ക് 30ന്റെ സ്ക്വയറിനോട് അടുത്തല്ലേ. നെക്സ്റ്റ് 31ന്റെ സ്ക്വയർ നോക്കുക. 31 × 31 961 ആണ്. 32ന്റെ സ്ക്വയർ നോക്കുക 1024 ആണ്. അപ്പം 961 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും ചെറുതാണ്. ഇവിടെ നമ്മളോട് പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പം ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത്. എന്തായാലും ഇതിനേക്കാളും വലിയ സംഖ്യയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നെക്സ്റ്റ് 1024 ആണ്. അപ്പം ഈ സംഖ്യയോട് ഇതിലേത് ആഡ് ചെയ്താലാണ് 1024 കിട്ടുക? ലാസ്റ്റ് ഇവിടെ 4 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് 62. 2 + 2 4 ആണ്. 6 + 6 12 വന്നു. 1 1024. ഇവിടുത്തെ ആൻസർ 62 ആണ്. ഇതിനോട് 962 62 ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് 62 ആണ്. ഇത് ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് നമ്പർ കിട്ടുന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവുക. ആൻസർ ഓപ്ഷൻ സി ആണ് 62. 19th one. A financial institution gives 50 paise for rupees 100 per month for deposits. Then the rate of interest. Option A 5%, option B 10%, option C 12%, option D 6%. ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100 രൂപയ്ക്ക് ഒരു മാസം 50 പൈസയാണ് പലിശ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുക. നമുക്ക് സാധാരണ ഇക്വേഷൻ എന്താണ്? PNR, I = PNR ആണ്. ഇവിടുത്തെ P എത്രയും വരും? 100 രൂപ. 100 രൂപയ്ക്ക് ഒരു മാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ നോക്കുക, ഒരു വർഷം 12 മാസമാണുള്ളത്. ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷം വരും? 1/12 വർഷമാണ്. അപ്പം ഒരു മാസം എന്ന് പറയുന്നത് 1/12 വർഷം, കാരണം 12 മാസമാണുള്ളത്. അതുകൊണ്ടാണ് ഈ റേറ്റ് ആണ് കാണേണ്ടത്. R/100 വന്നു. I എന്ന് പറയുന്നത് എന്താണ്? പലിശ. പലിശ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഒരു മാസം 50 പൈസയാണ് ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത്. ഈ 50 പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/2 രൂപയല്ലേ. 50/100 എന്ന് പറയാം. അത് 1/2 അത്രയും രൂപയാണ്. അപ്പൊ ഇവിടെ പൈസയിലല്ല രൂപയിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തത് നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരു മാസം എന്ന് പറഞ്ഞാൽ 1/12 എന്ന് എഴുതി. ഇവിടെ ഇത് പൈസയിലുള്ളതിനെ രൂപയിലേക്ക് ആക്കി. ഇവിടെ 6 കാണാൻ വേണ്ടി 100 കട്ട് ചെയ്തു. ഇവിടെ 2ഉം 12 കട്ട് ചെയ്യുമ്പോൾ 6 വന്നു. അതായത് R/6 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ R = 1 × 6 ആണ്. R = 6% ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 6%. ഈ രീതിയിലല്ലേ നമുക്ക് ഇങ്ങനെ ഇത് ചിന്തിക്കാം. ഒരു മാസം 50 പൈസയാണ് പലിശ എന്ന് പറഞ്ഞാൽ എത്ര? 100 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ 12 മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ 50 × 12 ആണ്. 12 × 5 60 ആണ്. സോ 600 പൈസ എന്ന് തോന്നുന്നു. ഇനി ഈ 600 പൈസേനെ രൂപയിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സീറോസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 6 രൂപ എന്ന് തോന്നുന്നു. 6 രൂപ എന്ന് പറയുന്നതാണ് 600 പൈസ. അപ്പം 12 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കേസാണ്. അപ്പോൾ ഒരു വർഷത്തെ കേസ് 100 രൂപയ്ക്ക് റേറ്റ് ആണ് അറിയാത്ത. റേറ്റ് എന്ന് പറയുന്ന ഒരു വർഷം എന്താണ്? 6 രൂപയാണെങ്കിൽ 100 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6% എന്ന് കിട്ടും. 100 രൂപയ്ക്ക് 6 രൂപ എന്ന് പറഞ്ഞാൽ അത് 6% അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6%. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the third Saturday of a month falls on the 15th of that month, can you say on which date falls the fourth Saturday? Option A 21, option B 29, option C 28, option D none of this. അപ്പോൾ ഇവിടെ നോക്കുക, മൂന്നാമത്തെ സൺഡേ എന്ന് പറയുന്നത് ഒരു മാസത്തിലെ 15 തന്നിട്ടുണ്ട്. അതിലെ 4ാമത്തെ സാറ്റർഡേ ഏത് ദിവസം വരുമെന്നാണ് ചോദിക്കുക. അപ്പം ഇത് 15 ആണെങ്കിൽ ഈ ഒരു മാസത്തിലെ ബാക്കി ഈ സൺഡേയുടെ ദിവസങ്ങൾ നമുക്ക് കാണാമല്ലോ, ഏത് ഡേറ്റ് ആണെന്നുള്ളത്. 15ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 8 വന്നു. 8ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 1 വന്നു. ഇനി താഴോട്ടുള്ളത് കാണാൻ വേണ്ടി 15നോട് 7 ആഡ് ചെയ്ത് 22, 22നോട് 7 ആഡ് ചെയ്ത് 29 വന്നു. അപ്പോൾ 1, 8, 15, 22, 29 ഇതാണ് ഈ മാസത്തിലെ സൺഡേസ് ഞായറാഴ്ചകൾ. ഇനി നോക്കുക, ഇതിൻ്റെ എല്ലാം സാറ്റർഡേ ഒന്ന് നമുക്ക് നോക്കാം. 8ാം തീയതി സൺഡേ ആണെങ്കിൽ അതിന് മുന്നിലത്തെ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ 7 വരും. ഇനി 15 ആണെങ്കിൽ ഇവിടെ 14 വന്നു. 22 ആണെങ്കിൽ ഇവിടെ 21 വന്നു.
9 ആണെങ്കിൽ ഇവിടെ 28 വന്നു. അതല്ല ഇനി ഇവിടെ 15ന്റെ ഇത് 14 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനോട് 7 ആഡ് ചെയ്താലും മതി. ഇവിടെ നോക്കിയേ 14 + 7 21, 21 + 7 28 എന്ന് വന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 4ാമത്തെ സാറ്റർഡേ ആണ്. 4ാമത്തെ ആഴ്ചയിലെ സാറ്റർഡേ 28 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്.